അപ്പം ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ? ഹലോ, ഫുഡ് ഫീസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴാണ് കിച്ചണിലത്തെ പണിയൊക്കെ തുടങ്ങുക. അതായത് കുക്കിങ്, ഡിന്നർ. എല്ലാവരും രാത്രി ചോറായിരിക്കുമല്ലേ കഴിക്കുക. നമ്മളിവിടെ ചോറ് കഴിക്കൽ വളരെ കുറവാണ്. ഉച്ചക്ക് മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ. രാത്രി പൊതുവെ എന്തെങ്കിലും പലഹാരങ്ങളായിരിക്കും. അപ്പം, ദോശ, മസാല ദോശ, അങ്ങനെ എന്തെങ്കിലും, പുട്ട്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ചോറ് കഴിക്കൽ വളരെ കുറവാണ് കേട്ടോ. മക്കളാണെങ്കിലും ശരി, ഞങ്ങളാണെങ്കിലും ശരി. ഇപ്പോൾ അല്ല, പണ്ട് മുതലേ അങ്ങനെയാണ്. കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ. രാവിലെ രാത്രി എന്തെങ്കിലും പലഹാരമായിരിക്കും. അപ്പം ഞാനിന്ന് ഒരു ഉച്ചയാകുമ്പോൾ തന്നെ അപ്പത്തിന് മാവ് ആട്ടി വെച്ചിരുന്നു. അപ്പം മീൻസ് നമ്മുടെ വെള്ളയപ്പം ഇല്ലേ, അത്. ഈസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇച്ചിരി തേങ്ങയും ചോറൊക്കെ ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. സോഫ്റ്റായി വരുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം മഴയൊക്കെയാണ്, ചൂടൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ ഇച്ചിരി ചിക്കൻ ഇരിപ്പുണ്ട്, മക്കൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി സ്റ്റ്യൂ ഉണ്ടാക്കാമെന്ന്. കുറേ കാലമായിന്ന് തോന്നുന്നു, കുറേ വർഷങ്ങളായി സ്റ്റ്യൂ ഒക്കെ ഉണ്ടാക്കിയിട്ട്. ഞാൻ എളുപ്പത്തിലാട്ടോ സ്റ്റ്യൂ ഉണ്ടാക്കാറ്. എങ്ങനെയാണ് സ്റ്റ്യൂ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാനിങ്ങനെ ഒന്ന് തട്ടിക്കൂട്ടി വെച്ചതാണ്. ഞാൻ സ്റ്റ്യൂ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇടും കേട്ടോ. എരിവിന് പച്ചമുളക് മാത്രമേ ഇടാറുള്ളൂ. സവാള ഒന്ന് വഴറ്റി അതിലേക്ക് പച്ചമുളകും ഇട്ടു, 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതൊന്ന് ലൈറ്റ് കളറൊന്ന് ചേഞ്ചായി കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായി അടച്ച് ഒന്ന് വേവിക്കും. ഈ സമയത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യില്ല. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഞാൻ തൊലി കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം സെപ്പറേറ്റായി വേവിച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതിലേക്ക് 2ാം പാല് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഈ ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് ജസ്റ്റ് ഹാഫ് ബോയിൽ ആയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് 3ഉം കൂടി ഒന്ന് നന്നായി വെന്തതിന് ശേഷം ബാക്കിയുള്ള 2ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കും. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കും. കുരുമുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് കറിവേപ്പിലയും. നല്ല കുറുകിയ ചാറോടെ ഇരിക്കണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. നന്നായി മാഷ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് ലാസ്റ്റ് ആകുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കശുവണ്ടിയും കൂടി വറുത്തിട്ട് കൊടുക്കണം, നെയ്യിലോ എണ്ണയിലോ എന്തിലെങ്കിലും. എപ്പോഴും ഈ ദോശ, സാമ്പാർ, കടലയൊക്കെ അല്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നൊന്ന് സ്റ്റ്യൂവിൽ പിടിക്കാമെന്ന്. ഞാൻ തേങ്ങാപ്പാൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിക്കാറ്. അതും കൂടി ഒഴിച്ച് ഒരു അരമണിക്കൂർ അടച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ചിക്കൻ സ്റ്റ്യൂ റെഡിയാവും. അടിപൊളി ടേസ്റ്റാട്ടോ ചിക്കൻ സ്റ്റ്യൂ, അപ്പം, ദോശ, അങ്ങനെയൊക്കെ കഴിക്കാൻ. ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ പണി തുടങ്ങിയതുകൊണ്ട് ഒരു 6:30 ആകുമ്പോഴത്തേക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരം. ഇല്ലെങ്കിൽ 6 മണി 6:30 ആകുമ്പോഴാണ് കുക്കിങ്ങിനും കയറുക. ഇപ്പോൾ കണ്ടില്ലേ, അടിപൊളി ചിക്കൻ സ്റ്റ്യൂ. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം 1ാം പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് അരമണിക്കൂർ അടച്ചു വയ്ക്കാം. ഇതിലേക്ക് കാഷ്നട്ട് ഒരു എണ്ണയിലോ നെയ്യിലോ വറുത്തതും കുറച്ച് സവാളയും കൂടി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഒക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ടെൻഷൻ അടിച്ച പോലെയൊന്നും ആയിട്ടില്ല. ചിക്കൻ സ്റ്റ്യൂ ആണെങ്കിൽ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ഡിന്നറ് അപ്പവും ചിക്കൻ സ്റ്റ്യൂ. ബൈ.